അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ബ്രൈറ്റ് അക്കാദമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും PSC കേട്ടറ്റ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേട്ടറ്റ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് സാധാരണയായിക്കൊണ്ട് എക്സാം പേപ്പറിൽ ചോദിക്കുന്ന ഒരു ഭാഗത്തിലൂടെയാണ് ഇന്ന് ബ്രൈറ്റ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ വരുന്നത്. നമുക്കറിയാം, സാധാരണയായി ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അദ്വലുൽ അറബിയ വ അവാസിമുഹ വ ഉംലാത്തിഹ വ ഹുകമാഹുൽ ഹാലി. അതായത് അറബ് ലോകവും അറബ് രാജ്യങ്ങളും ആ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളും അവിടെ ഉപയോഗിക്കുന്ന നാണയങ്ങളും ഇപ്പോ അവിടെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ പേര് ചില എക്സാമുകളിലൊക്കെ ചോദ്യങ്ങളിൽ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില 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 ടോപ്പിക്കുകളുമായിട്ടാണ് ബ്രൈറ്റ് അക്കാഡമി ഇൻഷാല്ല ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോ ഒരു ചെറിയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് വരാം. നോക്കിയേ, ഒരു ചോദ്യം നോക്കിയേ നിങ്ങള്. അതത് ദുവലുൽ അറബിയ ഫിലാലം, ലോകത്തുള്ള അറബ് രാജ്യങ്ങളുടെ നമ്പേഴ്സ് എത്ര എന്നാണ് ഒരു ചോദ്യം. ഓക്കെ, 23ആണോ, 57ആണോ, 22ആണോ, അതല്ല 18ആണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നമുക്ക് ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ? ലോകത്തുള്ള അറബ് രാജ്യങ്ങളുടെ എണ്ണം എത്ര എന്നുള്ളതാണ്. 22ആണ്. നമുക്ക് കുറച്ചറിയാവുന്ന ഒരു ഭാഗമാണ്. പക്ഷെ ഇവിടെ 57 എന്നുള്ള ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിനെ കുറിച്ച് ഇൻഷാല്ല വരും വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. വരും വീഡിയോസിൽ 57 എന്നതിന്റെ നമ്പറിനെ കുറിച്ച് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. 22 അറബ് രാജ്യങ്ങളാണ് നമുക്ക് നിലവിലുള്ളത്. ഒരു ചോദ്യം കൂടി മുമ്പ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ആസിമത്ത് ദൗലത്തുൽ ഖത്തർ, ഖത്തർ എന്ന രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രം അഥവാ തലസ്ഥാനം എവിടെയാണ്? ഉബാത്താണോ, സൊന ആണോ, അൽ മനാമയാണോ, ദോഹയാണോ? ഓക്കെ, റുബാത്താണോ, സൊന ആണോ, മനാമയാണോ, അതല്ല ദോഹയാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്കപ്പോ എല്ലാവരും മനസ്സിലെ ആൻസർ ഒന്ന് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ തന്നെയാണോ നോക്കുക. ദോഹയാണോ നിങ്ങൾ മനസ്സിൽ പറഞ്ഞത് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. ദോഹയായിരുന്നോ നിങ്ങൾ ഈ ചോദ്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറയണം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ബഗ്ദാദ്, ബഗ്ദാദ് എന്നത് എന്തിന്റെ തലസ്ഥാനമാണ്? ആസിമത്തും എന്തിന്റെ തലസ്ഥാനമാണ്? സിറിയയുടെയാണോ, ഇറാഖിന്റെയാണോ, അതല്ല മിസ്രിന്റെയാണോ, അതല്ല കുവൈറ്റിന്റെയാണോ? കേട്ടറ്റ് കാറ്റഗറി ഫോർ മെയ് 2021 ചോദിച്ച ചോദ്യമാണ്. അപ്പേ നമുക്ക് ഉത്തരത്തിലേക്ക് വന്നാൽ നമുക്കറിയാം ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറാഖിന്റെ തലസ്ഥാനാണ്. ഇറാഖിന്റെ തലസ്ഥാനാണ്. അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് അറബ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിവരമാണ് നമ്മൾ തുടക്കത്തിൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അറബ് രാഷ്ട്രങ്ങളും അവയുടെ നാണയങ്ങളും അവിടെ പ്രധാനപ്പെട്ട ഭരണാധികാരികളും അവരുടെ തലസ്ഥാനങ്ങളും എന്നുള്ളത്. അപ്പോ നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്ന അൽ ഖലീജുൽ അറബ് അഥവാ ഗൾഫ് നമുക്ക് പറയാൻ പറ്റും. അറബ് ഗൾഫ് അഥവാ ഷിബഹ് ജസീറത്തുൽ അറബിയ. ഷിബഹ് ജസീറത്തുൽ അറബിയ അഥവാ അറേബ്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് 7 രാജ്യങ്ങളാൽ സമ്പന്നമായിട്ടുള്ളതാണ്. അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഓരോ രാജ്യങ്ങളെ കൊണ്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് പറയാം. അതില് ഒന്നാമത്തൊരു രാജ്യമാണ്. ഓക്കെ, ഒന്നാമത്തൊരു രാജ്യമാണ് അൽ മംലക്കത്തുൽ അറബിയ സഊദിയ. അൽ മംലക്ക അൽ അറബിയ സഊദിയ അഥവാ കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് പറയാം. ഓക്കെ, അപ്പം അവിടെ നിലവിലെ നിലവിലെ ഭരണാധികാരി എന്നതിലേക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ ആസിമത്ത് സൗദി അറേബ്യയുടെ ആസിമത്ത് എന്ന് പറയുന്നത് റിയാദാണ്. അവിടെ ഉപയോഗിക്കുന്ന ഉംല എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഉംലത്ത് എന്ന് പറയുന്നത് നാണയത്തിനാണ് നമ്മൾ ഉംലത്ത് എന്ന് പറയാം. നാണയം. അവിടെ ഉപയോഗിക്കുന്ന നാണയം റിയാലാണ്. റിയാലാണ്. അവിടെ നിലവിൽ ഭരിക്കുന്ന വ്യക്തിയുടെ പേര് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് എന്നാണ്. എന്താണ് പേര്? സൽമാൻ ബിൻ അബ്ദുൽ അസീസ്. അപ്പം ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കാം. ഇനി
അടുത്ത ഒരു രാജ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അൽ ഇമാറാത്ത് അൽ അറബിയ അൽ മുത്തഹിദ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. വളരെ പ്രധാനം കേട്ടോ, ചിലപ്പോൾ തർജ്ജമായിട്ട് ചോദിക്കാം. അൽ ഇമാറാത്ത് അൽ അറബിയ അൽ മുത്തഹിദ, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നാണ്. തെറ്റിപ്പോകരുത് കേട്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാലൊന്നും തെറ്റിപ്പോകരുത് നമുക്ക്. അവരുടെ ആശിമത്ത്, ഭരണകേന്ദ്രം എന്ന് പറയുന്നത് അബുദാബിയും. അബുദാബിയും അഥവാ അബുദാബി എന്ന് നമ്മൾ പറയാറുള്ള ഒരു തലസ്ഥാനമാണ് എന്ത്, ഈ നമ്മുടെ UAE തലസ്ഥാനം എന്ന് പറയുന്നത്. അവിടെയുള്ള ഉംലത്ത് അഥവാ അവരുടെ ഒരു നാണയം എന്ന് പറയുന്നത് അത് ദിർഹമാണ്. അവിടെ നിലവിൽ ഭരിക്കുന്ന വ്യക്തിയുടെ പേര് മുഹമ്മദ് ബിൻ സായിദ് ആലി നഹിയാൻ എന്നുള്ളതാണ്. മുഹമ്മദ് ബിൻ സായിദ് ആലി നഹിയാൻ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UAE എന്ന് പറയുന്നത് 7 ഇമറേറ്റുകൾ ചേർന്നിട്ടുള്ളതാണ്. 7 ഇമറേറ്റുകൾ ചേർന്നിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് വരും വീഡിയോസിൽ നമ്മൾ എന്തൊക്കെയാണ് UAE-യിലുള്ള പ്രധാനപ്പെട്ട 7 ഇമറേറ്റ്സുകൾ എന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് അറിയിക്കും. ഇനി മൂന്നാമത്തെ ഒരു ഒരു രാജ്യമാണ് ഒമാൻ. സൽത്തനത്ത് അമ്മാൻ എന്ന് പറയും. അതിന്റെ ആസിമത്ത്, ഭരണകേന്ദ്രം എന്ന് പറയുന്നത് മസ്കറ്റാണ്. അവിടെ ഉപയോഗിക്കുന്ന ഉംല അത് റിയാലാണ്. നിലവിലെ ഭരണാധികാരി ഹൈസം ബിൻ തോരിഖ് ബിൻ തൈമൂർ ആലി സഈദാണ്. പേര് മറക്കരുത് കേട്ടോ, ഹൈസം ബിൻ തോരിഖ് ബിൻ തൈമൂർ ബിൻ ആലു സഈദ് എന്നാളാണ്. ഇത് മുമ്പ് ഒരു കേട്ടറ്റ് എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് 2022. അപ്പൊ അത് നിർബന്ധമായിട്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, അടുത്ത നാലാമത്തെ ഒരു രാജ്യമാണ്, അഥവാ ഇമാറാത്ത്. നമ്മുടെ ഈ ഷിബഹു ജസീറത്തുൽ അറബിലെ, അറേബ്യൻ പെനിൻസുലയിലെ നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് കുവൈറ്റ് എന്ന് പറയും. ആസിമത്ത് മദീനത്തുൽ കുവൈത്ത്, അഥവാ കുവൈറ്റ് സിറ്റിയാണ് അവരുടെ ആസിമത്ത്. അവിടെ ഉപയോഗിക്കുന്ന ഉംല അഥവാ നാണയത്തിന്റെ പേരാണ് ദീനാർ. നിലവിലെ ഭരണാധികാരി ഹാക്കിമുൽ ആലി മിഷൽ അഹമ്മദ് ജാബിർ സിബാഹാണ് നിലവിലെ അവിടുത്തെ ഭരണാധികാരി. അഞ്ചാമത്തെ ഒരു അറബ് രാജ്യമാണ് ഖത്തർ എന്ന് പറയാം. ഖത്തർ നമ്മളൊക്കെ അറിയാം. ഈ ഖത്തർ ഖത്തർ വേൾഡ് കപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഖത്തറിനെ കുറിച്ചൊന്നും നമുക്ക് പറഞ്ഞു തരേണ്ടതില്ല. ഖത്തറിന്റെ തലസ്ഥാനം എവിടെയാണെന്ന് ഓർത്ത് നമ്മൾ ഓർത്തിരിക്കണം, ദോഹയാണ് ഖത്തറിന്റെ തലസ്ഥാനം. അവിടെ ഉപയോഗിക്കുന്ന ഉംല എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ഉംലയുടെ പേര് റിയാൽ എന്നാണ്. റിയാലാണ് അവിടുത്തെ ഉംല. അവിടുത്തെ നിലവിലെ ഭരണാധികാരി തമീം ബിൻ ഹമീദ് ബിൻ ഖലീഫത്തു ആലി സാനി. ഇദ്ദേഹത്തെ വിളിക്കുന്നത് അമീർ ആയിട്ടാണ്. അവിടുത്തെ അമീർ ആയിട്ടാണ് തമീം ബിൻ ഹമീദ് ബിൻ ഖലീഫത്തു ആലി സാനിയെ അറിയപ്പെടുന്നത്. ആറാമത്തെ ഒരു രാഷ്ട്രമാണ് ജംഹൂരിയ അൽ യമനിയ, യമൻ എന്ന് പറയുന്ന രാഷ്ട്രം. അവിടുത്തെ തലസ്ഥാനമായി അറിയപ്പെടുന്നത് സൊനായാണ്. എന്തിന്റെ തലസ്ഥാനം? നമ്മുടെ യമനിന്റെ തലസ്ഥാനം. യമനിന്റെ ഉംല റസ്മി അഥവാ നാണയം എന്ന് പറയുന്ന റിയാലാണ്. നിങ്ങൾ ആരും ഭയക്കണ്ട, ഇൻഷാ അല്ലാഹ് ഇതിനെ നമുക്കൊരു കോഡിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ് അവസാനം. നിലവിലെ ഭരണാധികാരി റഷാദ് മുഹമ്മദ് അൽ അലീമിയാണ് നിലവിലെ ഭരണാധികാരി. ഏഴാമത്തെ അറബ് രാജ്യമാണ് അൽ മംലക്കത്തുൽ ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യം. അതിന്റെ തലസ്ഥാനം അൽ മനാമയാണ് ബഹ്റൈന്റെ തലസ്ഥാനം. അവിടെ ഉപയോഗിക്കുന്നത് ദീനാറാണ്. നിലവിലെ ഭരണാധികാരി അൽ ഹാക്കിമുൽ ഹാലി എന്ന് പറയുന്നത് ഹംദ് ബിൻ ഈസ ബിൻ സൽമാൻ ആലു ഖലീഫയാണ് നിലവിലെ ഭരണാധികാരി. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏകദേശം ഖലീജുൽ അറബി കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്തൊരു 7 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ആഫ്രിക്കയിലുള്ള വടക്ക് ആഫ്രിക്കയിലുള്ള 7 രാജ്യങ്ങളുണ്ട്. ഒന്നാമത്തത് ജംഹൂരിയത്ത് ഷിമാലി സുഡാൻ എന്ന് പറയും, അഥവാ സുഡാൻ നമ്മൾ അറിയപ്പെടുന്ന രാജ്യം. ആസിമത്ത് എന്ന് പറയുന്നത് ഖർത്തൂമാണ്. ആസിമത്ത്, സുഡാന്റെ തലസ്ഥാനം ഖർത്തൂമാണ്. ഒരുപാട് ചോദ്യ പേപ്പറിൽ
സുഡാന്റെ തലസ്ഥാനത്തെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്. അതിന്റെ ആ സുഡാനിന്റെ ഉംല എന്നറിയപ്പെടുന്നത് ജുനേഹാണ്. അവിടുത്തെ നാണയം ജുനേഹാണ്. നിലവിലെ ഭരണാധികാരി അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ ആണ് നിലവിലെ ഭരണാധികാരി. അടുത്തൊരു രാഷ്ട്രം ലിബിയയാണ്. ആഫ്രിക്കയിലെ മറ്റൊരു രാഷ്ട്രമാണ് ലിബിയ. ത്വറാബിൾസ് അഥവാ ട്രിപ്പിളി ആണെന്ത് അവിടുത്തെ ട്രിപ്പോളി സിറ്റിയാണ് അവിടുത്തെ നിലവിലെ ആസിമത്ത് എന്നറിയപ്പെടുന്നത്. ആസിമത്ത് അഥവാ തലസ്ഥാനം. അവിടെ ഉപയോഗിക്കുന്ന എന്താണ് ഉംലത്തിന്റെ പേര് ദീനാർ എന്ന് തന്നെയാണ്. നിലവിലെ ഭരണാധികാരി അബ്ദുൽ ഹമീദ് ദബീജയാണ്. അബ്ദുൽ ഹമീദ് ദബീജയാണ് നിലവിലെ ഭരണാധികാരി. അടുത്തതായി കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന മൂന്നാമത്തെ രാഷ്ട്രം അഥവാ ആഫ്രിക്കൻ വടക്കേ ആഫ്രിക്കയിലുള്ള മൂന്നാമത്തെ രാജ്യമാണ് അൽ മംലക്ക അൽ മഗറബിയ, മൊറോക്കോ എന്ന് നമ്മൾ പറയും. അതിന്റെ ആസിമത്ത് റുബാത്താണ്. ഉംലത്ത് എന്നുള്ളത് ദിർഹമാണ്. നിലവിലെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സാദിസ് അൽ ഹസൻ ആണ് നിലവിലെ ഭരണാധികാരി. മറ്റൊരു രാഷ്ട്രമാണ് അൽ ജംഹൂരിയ തുനീസിയ, തുനീഷ്യ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അതിന്റെ തുനീഷ്യയുടെ ആസിമത്തിന് തൂനിസ് എന്ന് തന്നെയാണ് പറയാം. അവിടെ ഉപയോഗിക്കുന്ന ഉംല അഥവാ അവിടെ ഉപയോഗിക്കുന്ന നാണയത്തിന്റെ പേര് ദീനാർ എന്നാണ്. നിലവിലെ ഭരണാധികാരി കൈസ് സഈദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നമുക്കറിയാവുന്ന ഈജിപ്റ്റ് ആണ്. മിസ്ർ എന്നാൽ ഈജിപ്റ്റ് ആണ്. ഈജിപ്റ്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്ന രാജ്യം. ഈജിപ്തിന്റെ തലസ്ഥാനം വളരെ പ്രധാനമാണ്, കെയ്റോയാണ്. അൽ കാഹിറ കെയ്റോയാണ്. നമുക്ക് കെയ്റോ എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള നഗരമാണ്. മാത്രമല്ല ആദ്യത്തെ മജ്മഉൽ ലുഗത്തുൽ അറബിയ മജ്മഉൽ ലുഗത്തുൽ അറബിയ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ നമ്മള് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അതിലെ ആദ്യത്തെ മജ്മഉൽ ലുഗത്തുൽ അറബിയ അറബ് ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത് കെയ്റോയിലാണ് 1932. അത് വളരെ പ്രധാനപ്പെട്ട ഈ കൈറോ എന്ന നഗരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന ഉംല അഥവാ നാണയത്തിന്റെ പേര് ജുനേഹ് എന്നാണ്. ജുനേഹ് എന്ന നാണയമാണ് കെയ്റോയിലെ പ്രധാനപ്പെട്ട ഒരു നാണയം എന്ന് പറയുന്നത്. ഈജിപ്തിലെ പ്രധാനപ്പെട്ട നാണയം എന്ന് പറയുന്നത്. നിലവിലെ ഭരണാധികാരി അബ്ദുൽ ഫത്താഹ് സീസി ആണ്. മറക്കരുത്, അബ്ദുൽ ഫത്താഹ് സീസി ആണ് നിലവിലെ ഈജിപ്തിന്റെ ഭരണാധികാരി. അടുത്തതായി കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു രാജ്യമാണ് അൽ ജംഹൂരിയ അൽ ജസാഇരിയ അദിമുഖറാത്തിയ അഷഅബിയ. അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അൾജീരിയ നമ്മൾ പറയും. അൾജീരിയ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അൾജീരിയയുടെ തലസ്ഥാനം അൽ ജസാഇർ ആണ്, അഥവാ അൾജീരിയ എന്ന് തന്നെയാണ് അതിന്റെ തലസ്ഥാന നഗരത്തിന്റെയും പേര്. അവിടെ ഉപയോഗിക്കുന്ന നാണയത്തിന്റെ പേര് ദീനാർ അൽ ജസാഇരി എന്നാണ്. അൾജീരിയൻ ദീനാർ എന്നാണ് അറിയപ്പെടുന്നത്. നിലവിലെ ഭരണാധികാരി അബ്ദുൽ മജീദ് തബൂൻ ആണ് അൾജീരിയയുടെ നിലവിലെ ഭരണാധികാരി. ഏഴാമത്തെ രാജ്യമാണ് മോറിത്താനിയ. റിപ്പബ്ലിക് ഓഫ് ഇസ്ലാമിക് ദി മോറിത്താനിയ, ജംഹൂരിയത്തുൽ ഇസ്ലാമിയത്തുൽ മോറിത്താനിയ എന്നാണ് മോറിത്താനിയയുടെ പൂർണ്ണ നാമം. ആസിമത്ത് നൗക്കാഷിത്താണ്. നൗക്കാഷിത്താണ് അതിന്റെ ആസിമത്ത്. അവിടെ ഉപയോഗിക്കുന്ന ഉംലയുടെ പേര് ഊക്കിയ എന്നാണ്. എവിടെ ഉപയോഗിക്കുന്ന പേര്, നമ്മുടെ മോറിത്താനിയയിൽ ഉപയോഗിക്കുന്ന ഉംലയുടെ പേര് ഊക്കിയ എന്നാണ്. നിലവിലെ ഭരണാധികാരി മുഹമ്മദ് വലദ് അൽ ഖസ്വാനിയാണ്. മുഹമ്മദ് വലദ് അൽ ഖസ്വാനിയാണ് നിലവിൽ മോറിത്താനിയയുടെ ഭരണാധികാരി. ഇനി അടുത്തത് ഷർക്ക് ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഷർക്ക് ഭാഗത്ത് 3 ദുവലുകളുണ്ട്, 3 രാഷ്ട്രങ്ങളുണ്ട്. അവിടെയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഒന്ന് കോമറോസ് എന്ന് പറയും. ജംഹൂരിയ അൽ ഖമറുൽ മുത്തഹിദ, കോമറോസ് എന്ന് പറയും. കോമറോസിന്റെ തലസ്ഥാനം മൊറൂനിയാണ്. അൽ മൊറൂനിയാണ് കോമറോസിന്റെ തലസ്ഥാനം. അവിടെ 2 ഉംലകൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഫറങ്കും മറ്റൊന്ന് അമേരിക്കൻ ഡോളറും. ഒന്ന് ഫറങ്കും മറ്റൊന്ന് അമേരിക്കൻ ഡോളറും. നിലവിലെ ഭരണാധികാരി അസാലി ഉസ്മാനാണ്. നിലവിലെ ഭരണാധികാരി ആരാണ്?
ഗസാലി ഉസ്മാൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, എക്സാമിന് മുമ്പ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് സൊമാലിയ അഥവാ സൂമാൽ എന്ന് നമ്മൾ പറയും. വളരെ ദരിദ്രമായിട്ടുള്ള ഒരു രാജ്യമാണ് സൊമാലിയ എന്നുള്ളത് നമുക്കറിയാം. സൊമാലിയയിലെ ആസിമത്തിന്റെ പേര് മക്കദീഷു എന്നാണ് ആസിമത്തിന്റെ പേര് സൊമാലിയയുടെ. അവിടെ ഉപയോഗിക്കുന്ന സൊമാലിയയിലെ നാണയമാണ് ഷെലൻ എന്നാണ് പറയാറുള്ളത്. അവിടുത്തെ നിലവിലെ ഭരണാധികാരിയാണ് ഹസൻ ഷെയ്ഖ് മഹ്മൂദ് എന്ന് പറയുന്ന വ്യക്തി. ഹസൻ ഷെയ്ഖ് മഹ്മൂദ് എന്ന വ്യക്തിയാണ് നിലവിൽ അവിടുത്തെ പ്രസിഡന്റ് എന്നുള്ളത്. അടുത്ത ഒരു രാജ്യമാണ് ജയൂബത്തി എന്ന് പറയുന്ന രാജ്യം. വളരെ പ്രധാനപ്പെട്ട ജിയൂബത്തി എന്നാണ് ഇംഗ്ലീഷ് ചെയ്ത DIG ആണ് അതിന്റെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ജിയൂബത്തി എന്ന രാജ്യത്തിന്റെ ആസിമത്ത് ജയൂബത്തി തന്നെയാണ്. ജയൂബത്തി സിറ്റിയാണ് ജിയൂബത്തി എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനം. അവിടെ ഉപയോഗിക്കുന്ന അംല അഥവാ നാണയത്തിന്റെ പേര് ഫറങ്ക് എന്നാണ്. ഫറങ്കാണ് ജയൂബത്തിയിലെ അംലയുടെ പേര്. അവിടത്തെ നിലവിലെ ഭരണാധികാരിയുടെ പേരാണ് ഇസ്മായിൽ ഉമറുൽ ജീലി. ഇസ്മായിൽ ഉമറുൽ ജീലിയാണ് നിലവിലെ ജയൂബത്തിയിലെ ഭരണാധികാരി. ഇനി അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഷാം പ്രവിശ്യയിലുള്ള രാജ്യങ്ങൾ. ഇപ്പൊ ഷാം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് എന്താണ്, ഈ നമ്മുടെ മിസ്ർ അല്ലെങ്കിൽ ലബനാനെയും സിറിയയും ചേർത്തുകൊണ്ടാണ് നമ്മൾ ഷാം എന്ന് പറയാം. പക്ഷെ ഷാം രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 5 രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ്. ഒന്നാമത്തതാണ് ഫലസ്തീൻ. ഒക്കെ നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താണ് ഒരു ഒരു പ്രത്യേക വികാരമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഫലസ്തീൻ എന്ന് പറയാം. ഫലസ്തീനിനെ 1948 രണ്ടാക്കി കീറിമുറിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കുന്നുണ്ട്. പല ഇതിലും ഫലസ്തീനിനെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കാത്ത പല രാജ്യങ്ങളുണ്ട്. ഇസ്രായേൽ ഇന്നും അംഗീകരിച്ചിട്ടില്ല, USA ഇന്നും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഈ റീസെന്റ് ആയി 2024 പോലും പല രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഫലസ്തീനിനെ ഒരു രാഷ്ട്രമായി കൊണ്ട് അംഗീകരിച്ചിട്ടുണ്ട്. UN അത് പ്രമേയം പാസ്സാക്കപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്, വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ളവർ തടഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ കുറിച്ചിട്ടാണ് നമുക്ക് അടുത്തതായിക്കൊണ്ട് ഇതിൽ ഷാമിലെ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിന്റെ ആസിമത്ത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഖുദ്സാണ്. അവിടെ ഉപയോഗിക്കുന്ന ഉംല ഷീക്കലാണ്. നിലവിലെ ഭരണാധികാരി മഹ്മൂദ് അബ്ബാസ് ആണ്. നിലവിലെ ഭരണാധികാരി ഏതാണ്, ഫലസ്തീന്റെ ഭരണാധികാരി മഹ്മൂദ് അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അടുത്തത് ലബുനോൺ ആണ്. ലബുനോണിന്റെ തലസ്ഥാനം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ലബുനോണിന്റെ തലസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. ബൈറൂത്ത് ആണ് ലബുനോണിന്റെ തലസ്ഥാനം. അവിടെ ഉപയോഗിക്കുന്ന നാണയമാണ് ലീറയാണ് ലബനോണിന്റെ നാണയം. നിലവിലെ ഭരണാധികാരി ജോസഫ് ഔനാണ് നിലവിലെ ഭരണാധികാരി. അടുത്തത് സിറിയയാണ്. സിറിയയുടെ ആസിമത്ത് ഡമാസ്കസ് ആണ്. ഉംല ലീറയാണ്. നിലവില് അവിടെ അങ്ങനെ ഭരണാധികാരികളായിട്ട് ആരും ഇല്ല. കാരണം കഴിഞ്ഞ മാസം ലിബിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബഷാറുൽ അസദിന് ജനകീയ പ്രക്ഷോഭത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ നിലവിൽ അവിടെ ഭരണാധികാരികൾ ആരുമില്ല. മുൻപ് ഭരിച്ചിരുന്നത് ബഷാറുൽ അസദ് ആയിരുന്നു. അപ്പൊ നിലവിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ എന്ത് ചെയ്യുന്നില്ല, പുതിയൊരു ഭരണാധികാരി അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു രാഷ്ട്രമാണ് ഇറാഖ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഷാം പ്രവിശ്യയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രമാണ്. ബഗ്ദാദാണ് ഇറാഖിന്റെ തലസ്ഥാനം. ബഗ്ദാദാണ്. അവിടെ ഉപയോഗിക്കുന്ന ഉംലയുടെ പേര് ദിനാർ എന്നാണ്. നിലവിലെ ഭരണാധികാരി അബ്ദുൽ ലത്തീഫ് റഷീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇനി അവസാനത്തെ ഒരു രാഷ്ട്രമാണ് അൽ മംലക്കത്തുൽ ഉർദുനിയ അൽ ഹാഷിമിയ അഥവാ ജോർദാൻ എന്ന് നമ്മൾ പറയും. ഉർദുൻ അഥവാ ജോർദാൻ. അമ്മാൻ, ഒമാൻ അല്ല, അമ്മാനാണ്. ജോർദാന്റെ തലസ്ഥാനം അമ്മാനാണ്. എന്നാൽ ഒമാന്റെ തലസ്ഥാനം മസ്കത്താണ്. രണ്ടും മാറിപ്പോയത്.
ജോർദാന്റെ തലസ്ഥാനം അമ്മാനാണ്. ഒമാന്റെ തലസ്ഥാനം മസ്കറ്റ് ആണ്. രണ്ടും അങ്ങോട്ടും മാറിപ്പോകരുത്. ഉംല ഉപയോഗിക്കുന്നത് ഡോളർ അമേരിക്ക അല്ലെങ്കിൽ ദിനാർ ആണ്. നിലവിലെ ഭരണാധികാരി അബ്ദുള്ള സാനി ബിൻ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒരു ചോദ്യം നോക്കിക്കേ. ലൈസമിൻ ബിലാദി ഷം, ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സിറിയയാണോ, ലബനാൻ ആണോ, യമൻ ആണോ, ഫലസ്തീൻ ആണോ എന്നാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. യമൻ എന്നുള്ളതാണ്. യമൻ എന്നത് എന്തിൽപ്പെട്ടതാണ്? അത് ദുവലുൽ ഖലീജുൽ അറബ് അല്ലെ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽപ്പെട്ട ഷിബഹു ജസീറത്തുൽ അറബിൽപ്പെട്ട ഒരു രാഷ്ട്രമാണ് യമന് എന്നുള്ളത്. അത് ഷാം കൺട്രീസിൽപ്പെട്ട ഒരു രാജ്യമല്ല. ഓക്കെ, നമുക്ക് ഈ പറയപ്പെട്ട നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടിയിരുന്നത് ഈ അറബ് രാഷ്ട്രങ്ങളും അവരുടെ നാണയങ്ങളും ഇസ്ലാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇപ്പം ദിനാർ ദിനാർ പ്രധാനപ്പെട്ട ഒരു നാണയ വിനിമയമായി ഉപയോഗിക്കുന്ന ചില രാഷ്ട്രങ്ങളാണ് കുവൈറ്റ്, ഇറാഖ്, ലിബിയ. അതുപോലെ തന്നെ ജോർദാൻ, അൾജീരിയ, ബഹ്റൈന്, ടുനീഷ്യ തുടങ്ങിയവയ്ക്ക്. പിന്നെ ജുനൈഹും അതുപോലെ തന്നെ ഷൈക്കലാണ് എന്ത് ചെയ്യുന്നത്, ഫലസ്തീനിന്റെ ഭരണ എന്ന് പറയുന്നത് ഷീക്കലാണ്. പിന്നെ സുഡാൻ, മിസ്ർ തുടങ്ങിയ രാഷ്ട്രങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ജുനൈഹ് ഉപയോഗിക്കുന്നത്. റിയാൽ ഉപയോഗിക്കുന്ന 4 രാഷ്ട്രങ്ങളാണ് സൗദി അറേബ്യ, യമൻ, ഖത്തർ, ഒമാൻ. ഇങ്ങനെ 4 രാഷ്ട്രങ്ങളാണ് റിയാൽ ഉപയോഗിക്കുന്നത്. ദിർഹം ഉപയോഗിക്കുന്നത്, ഓക്കെ, ദിർഹം ഉപയോഗിക്കുന്നത് ഇമാറാത്തും മഗറബുമാണ്. ഇമാറാത്തുൽ അറബിയയും അതുപോലെ തന്നെ മൊറോക്കയാണ് ദിർഹം ഉപയോഗിക്കുന്നത്. ലേറ എന്ന് പറയുന്ന അത് ഉപയോഗിക്കുന്ന അതാണ് ലബനാനും സിറിയയാണ്. അപ്പൊ നമ്മൾ ഇത് ഓർത്തിരിക്കേണ്ടത് ഇത് ഞാൻ ദിർഹം ഒഴിവാക്കിക്കൊണ്ട്, ദിർഹം എന്നുള്ളത് ഇമാറാത്ത് മഗ്രിബാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു കോഡാണ്. എങ്ങനെ നോക്കാം? തെൽ ബക് ജഅർദിൻ കദീനാർ. എന്താണ് തെൽ ബക് എന്ന് പറയുന്നത്? തുനീഷ്യ, ലുബ്നാൻ, തുനീഷ്യയും ലിബിയയുമാണ്. തെൽ ബക് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബഹ്റൈനും അതുപോലെ തന്നെ കുവൈറ്റുമാണ്. പിന്നെ ജഅർദിൻ, അൾജീരിയയും അതുപോലെ തന്നെ ഉർദുൻ, ജോർദാനുമാണ്. ദീനാർ, അതവിടെ ഉപയോഗിക്കുന്ന ദീനാറാണ്. അതുപോലെ തന്നെ മിസ് ജുനൈഹ്, അവിടെ മിസ് എന്ന് പറയുമ്പോൾ എന്താണ്? മിസ്റും വരുന്നുണ്ട്, ടുനീഷ്യയും വരുന്നുണ്ട്. ഓക്കെ, മിസ്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ സുഡാനും വരുന്നുണ്ട് ജുനൈഹ് എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ യസ്ക റിയാൽ, യസ്ക എന്ന് പറയുമ്പോൾ യമൻ, സൗദിയ, ഖത്തർ, ഒമാൻ, ഇങ്ങനെ 4 രാഷ്ട്രങ്ങൾ ചേർന്നാണ് യസ്ക എന്ന് നമ്മൾ പറയാം റിയാൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇംദർഹം, ഇംദർഹം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, ഇമാറാത്തും മൊറോക്കയും ഇംദർഹം. പിന്നെ ലബിസു ലീറ, ലബനാനും സിറിയയും ലീറയുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഓർത്തിരിക്കുന്ന കോഡുകൾ. മറക്കരുത്. മിസ് ജനൈഹിൻ വലബിസു ലീറ എന്നുള്ളതാണ്. അപ്പൊ ഇൻഷാല്ല ഈ ഒരു സെഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. തുടർന്നും നമ്മുടെ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ഒട്ടനവധി വീഡിയോകൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഈ ബ്രൈറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ കേട്ടതും ഒക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.